കെ.എസ്.യുവിനുള്ളിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കടുത്ത അവഗണനയാണ് കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോടും പ്രസ്ഥാനത്തോടും കോൺഗ്രസ് കാണിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാകുന്നു. കെ.എസ്.യു നേതാക്കളെ കാണാൻ പോലും കൂട്ടാക്കാതെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുന്നോട്ടു പോകുന്നത്. യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റതോടെ പല സ്ഥാനങ്ങളിലേക്കും നിയമനം നടക്കുന്നുണ്ട്. അവിടെയും പക്ഷേ കെ.എസ്.യുക്കാർക്ക് അയിത്തമാണ് കൽപ്പിക്കുന്നത്. പകരം ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ സഹിക്കാമായിരുന്നു. എന്നാൽ പല സ്ഥാനമാനങ്ങളും CPM അനുഭാവികൾ വരെ അടിച്ചുകൊണ്ടുപോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പരസ്യമായി രംഗത്ത് വന്നത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. കെ.എസ്.യുവിന് പിന്നിൽ അണിനിരക്കുന്നത് കോൺഗ്രസിലെ മറ്റൊരു പ്രബലമായ ഗ്രൂപ്പാണെന്നാണ് വി.ഡി. പക്ഷം ആരോപിക്കുന്നത്. തങ്ങളെ അവഗണിക്കുന്നു എന്ന വികാരത്തിലാണ് കെ.എസ്.യു നേതൃത്വമെങ്കിലും ഇതിനു പിന്നിൽ അലോഷ്യസ് സേവ്യറും വി.ഡി. സതീശനും തമ്മിലുള്ള വ്യക്തിപരവും രാഷ്ട്രീയവുമായ അകൽച്ചയുടെ ചരിത്രമുണ്ട്. വഴിയിൽ കൂടി പോയ SFIക്കാരെയൊക്കെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ലെന്നും സമരം ചെയ്ത് ചോരയൊഴുക്കിയ കെ.എസ്.യുക്കാരെ ഫോൺ ചെയ്താൽ പോലും കിട്ടുന്നില്ലെന്നുമുള്ള അലോഷ്യസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫലത്തിൽ വി.ഡി. സതീശന്റെയും KPCC നേതൃത്വത്തിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ഒരു കാലത്ത് വി.ഡി. സതീശന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിരുന്നു അലോഷ്യസ് സേവ്യർ. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അലോഷ്യസിനെ പ്രതിഷ്ഠിക്കാൻ അന്ന് എ ഗ്രൂപ്പിന്റെ കടുത്ത എതിർപ്പുകളെ മറികടന്ന് വാശി പിടിച്ചത് വി.ഡി. സതീശനായിരുന്നു. സതീശന്റെ പൂർണ്ണമായ പിന്തുണയോടെയാണ് അലോഷ്യസ് കെ.എസ്.യുവിന്റെ അമരത്തെത്തുന്നത്. എന്നാൽ ഭാരവാഹിത്വത്തിൽ എത്തിയതിനു പിന്നാലെ പാർട്ടിക്കുള്ളിലെ അധികാരമാറ്റങ്ങൾ മനസ്സിലാക്കിയ അലോഷ്യസ് പതുക്കെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് കൂടുമാറി. സതീശൻ ക്യാമ്പിൽ നിന്നും KC ക്യാമ്പിലേക്കുള്ള അലോഷ്യസിന്റെ ഈ രാഷ്ട്രീയ ചുവടുമാറ്റമാണ് വി.ഡി. പക്ഷത്തെ ചൊടിപ്പിച്ചത്. തന്നെ വളർത്തിയ നേതാവിനെ കൈവിട്ട് മറുപക്ഷത്തേക്ക് പോയ അലോഷ്യസിനോട് അന്നു തുടങ്ങിയ രാഷ്ട്രീയ വൈരാഗ്യം സതീശൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് കെ.എസ്.യു നേതാക്കൾ പറയുന്നുണ്ട്. ഇന്നും അതിന് തെല്ലും അയവ് വന്നിട്ടില്ല. ഗ്രൂപ്പ് മാറ്റത്തോടെ വി.ഡി. സതീശന്റെ കണ്ണിലെ കരടായി മാറിയ അലോഷ്യസ് സേവ്യറിന് ഇതിന്റെ ഏറ്റവും വലിയ പ്രഹരം ലഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അലോഷ്യസിന് ഉറപ്പായി ലഭിക്കേണ്ടിയിരുന്ന അസംബ്ലി സീറ്റ് വി.ഡി. സതീശന്റെ കടുത്ത എതിർപ്പ് കാരണം മാത്രമാണ് നഷ്ടമായത്. KC വേണുഗോപാൽ പക്ഷം ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും അലോഷ്യസിന് സീറ്റ് നൽകില്ലെന്ന കടുത്ത നിലപാടിൽ സതീശൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ അലോഷ്യസ് ഒതുക്കപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷവും കെ.എസ്.യുവിനോടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കടുത്ത അവഗണന തുടരുകയാണ്. മുൻകാലങ്ങളിൽ UDF അധികാരത്തിൽ വരുമ്പോഴോ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ കെ.എസ്.യു നേതൃത്വത്തിന് ലഭിച്ചിരുന്ന യാതൊരു പരിഗണനയും ഇപ്പോൾ ലഭിക്കുന്നില്ല. സംഘടനയുടെ ആവശ്യങ്ങൾക്കായി വിളിക്കുന്ന നേതാക്കളുടെ ഫോണുകൾ പോലും പലപ്പോഴും സ്വിച്ച്ഡ് ഓഫ് ആണെന്നാണ് അലോഷ്യസ് ഇപ്പോൾ പരസ്യമായി തുറന്നടിക്കുന്നത്. വെള്ളം കോരിയവരും വിറകുവെട്ടിയവരും നോക്കുകുത്തി എന്ന രീതിയിൽ സ്ഫോടനാത്മകമായിരുന്നു അലോഷ്യസിന്റെ കുറിപ്പ്. തിരുവനന്തപുരം ലോ കോളേജിൽ കെ.എസ്.യുക്കാരെ നിരന്തരം മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ മുൻ SFI നേതാവ് അഡ്വക്കേറ്റ് ജോയാന ജെയിംസിനെ ഗവൺമെന്റ് ലീഡറാക്കി നിയമിച്ചതാണ് ഇപ്പോൾ കെ.എസ്.യുവിന്റെ കലിപ്പുമൂടിലാക്കിയ ഘടകം. ഇക്കാലം അത്രയും വാദിച്ചതും ശബ്ദമുയർത്തിയതും കെ.എസ്.യുവിനായി തെരുവിൽ ചോരയൊഴുക്കിയവർക്കും കേസുകളിൽ പ്രതിയായവർക്കും വേണ്ടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ ഫോണുകൾ ഇപ്പോൾ കെ.എസ്.യു സഹപ്രവർത്തകർക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഇൻകമിംഗ് സ്വീകരിക്കാത്തത് തെറ്റായ പ്രവണതയാണ്. കരയുന്ന പിള്ളയ്ക്ക് ചോറുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതായിരുന്നു അലോഷ്യസിന്റെ വാക്കുകൾ. ഇതിന് മറുപടി പറയേണ്ടത് ഇനി കോൺഗ്രസ് നേതാക്കളാണ്.